നമ്മളിന്ന് ആദ്യം പോകുന്നത് എറണാകുളം കടവന്ത്രയിലേക്കാണ്. അവിടെ പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നിരുന്നു. അതിനിടയിലാണ് ഈ പഴകിയ ഭക്ഷണം പിടികൂടിയത്. കാറ്ററിംഗ് കേന്ദ്രം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു. ദൂരയാത്രയ്ക്കായി നാം ആശ്രയിക്കുന്ന ട്രെയിനുകളിലേക്കുള്ള ഭക്ഷണം എത്തുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. വൃത്തിഹീനമായ അന്തരീക്ഷം, പഴകിയതും കേടുവന്നതുമായ പച്ചക്കറികൾ. എല്ലാ കേന്ദ്രങ്ങളും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ ഇത്തരം ചില കേന്ദ്രങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റെയിൽവേ കരാറുകാരന്റെ കടവന്ത്രയിലെ കേറ്ററിംഗ് സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കാറ്ററിംഗ് കേന്ദ്രത്തിന് പൂട്ടുവീണത്. ഇവിടെ നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം കവറിലാക്കിയാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത്. വന്ദേ ഭാരതിന്റെ അടക്കം പേരുകളുള്ള കവറുകൾ ഇവിടെ നിന്നും കണ്ടെത്തി. കവറിന് പുറത്തെ സ്കാനറിൽ സ്കാൻ ചെയ്താൽ റെയിൽവേ വെബ്സൈറ്റിൽ നിന്ന് വന്ദേ ഭാരത്, രാജധാനി, ഗതിമാൻ, തേജസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ മെനു കാർഡിലെ വിവരങ്ങളാണ് ലഭിക്കുക. അഴുകിയ ഇറച്ചി, ചീമുട്ട, ചപ്പാത്തി, ദാൽ, മസാലകളടക്കം വൃത്തിഹീനമായ നിലയിലാണ് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചതും ഭക്ഷണം പാകം ചെയ്യുന്നതും. ഇതിന്റെ ഉള്ളിൽ തന്നെ വെറുതെ യാതൊരു സുരക്ഷിതമില്ലാതെ വെറുതെ തുറന്നു വെച്ച അവസ്ഥയിലായിരുന്നു രാവിലെ വരുമ്പോൾ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പിടിച്ചെടുത്തത്. പലതവണ ഇവർക്ക് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്, നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഉണ്ടാകുന്ന മലിനജലം മുഴുവൻ തൊട്ടടുത്ത തോട്ടിലേക്കാണ് ഒഴുക്കണേ. അത് സംബന്ധിച്ച് ഇവരെ ഫൈനടക്കം അടപ്പിച്ചിട്ട് ഇവരെ യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവരുടെ വർക്കേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയും വളരെ മോശമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് വന്ദേ ഭാരത് ട്രെയിനിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ ഈ ഭക്ഷണത്തിന്റെ മുകളിൽ വയ്ക്കുന്ന ലേബലെല്ലാം അതാണ് അടിച്ചിട്ടുള്ളത്. ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മളപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവർക്ക് വാണിംഗ് കൊടുത്തിരുന്നു ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും. പിന്നെ ഇതുപോലെ വൃത്തിഹീനമായിട്ട് ഉള്ള സാഹചര്യമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയും കാര്യങ്ങൾ പറയുകയും ഇൻസ്പെക്ഷൻ നടത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മുഴുവൻ ഹിന്ദിക്കാരാണ്. ഇവർ വരുമ്പോൾ ഇവരുടെ അധികാരപ്പെട്ട ആരെയും ഇവിടെ കാണാറില്ല. നമ്മൾ പല പ്രാവശ്യം ഇവരുടെ ഫോൺ നമ്പരൊക്കെ ആവശ്യപ്പെടാറുണ്ടെങ്കിലും ഇവർ തരാറുമില്ല. പിന്നെ ഇവിടെ എഴുതി വെച്ചിരുന്ന ഒരു നമ്പറിലാണ് നമ്മൾ വിളിച്ചത്. മാനദണ്ഡം പാലിച്ച് പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് കേന്ദ്രങ്ങളെ പോലും സംശയനിഴലിലാഴ്ത്തുന്നതാണ് ഇത്തരം കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. സ്ഥാപനത്തിലെ ജീവനക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. പാകം ചെയ്യുന്ന ഭക്ഷണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിക്കാറുള്ളതെന്ന് സ്ഥാപനത്തിലെ ഡ്രൈവർ വ്യക്തമാക്കി. ஹோட்டலில் ட்ரெயினுக்கு தான். ட்ரெயினில் ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் മേൽഗാഡിന്ന് சொல்லுவாங்க அதுக்கு. നാട്ടുകാരുടെ വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിനെതിരെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ കോർപ്പറേഷൻ നേരത്തെ 10,000 രൂപ പിഴ ഈടാക്കിയിരുന്നു. ലൈസൻസ് ഇല്ലാതെയായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. കൊടുക്കുന്ന കാശിന് നല്ല ഭക്ഷണം യാത്രക്കാരന്റെ അവകാശമാണ്. എന്നാൽ കൊള്ള ലാഭം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ.